കാസർഗോഡ് വീണ്ടും വാട്സപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയതായി പരാതി. ദേലമ്പാടി സ്വദേശി ഖദീജയാണ് പരാതിക്കാരി. അബുദാബിയിലുള്ള ഭർത്താവ് ലത്തീഫാണ് മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. അനഘ ഹർഷൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അനഘ, പരാതിയിൽ പറയുന്നത് എന്തൊക്കെ? കാസർഗോഡ് വീണ്ടും വാട്സപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയതായി പരാതി നൽകിയിരിക്കുകയാണ്. ദേലമ്പാടി സ്വദേശി ഖദീജയാണ് പരാതിക്കാരി. ഭർത്താവ് വിദേശത്താണ്. അനഘ, വിശദാംശങ്ങൾ. അനു, ഈ കഴിഞ്ഞ ജൂൺ 13 രാത്രിയാണ് ഈ ദേലമ്പാടി സ്വദേശിയായിട്ടുള്ള അൽ മദീന ഹൗസിലുള്ള ഈ ഖദീജത്ത് ഷമീമയാണ് ഈ പരാതിക്കാരി. ഈ ജൂൺ 13 ഷമീമയുടെ ഭർത്താവ് അബുദാബിയിലാണ്. ഈ ഭർത്താവ് വാട്സപ്പ് വഴി 3 തവണ മുത്തലാഖ് ചൊല്ലി. ഇവർ മതാചാര പ്രകാരം ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപെട്ടു എന്നാണ്. അതായത് ആ മുത്തലാഖ് ചൊല്ലുന്ന സ്ത്രീയുമായിട്ട് പിന്നീട് ആ പുരുഷന് മറ്റൊരു ബന്ധവും ഉണ്ടാവില്ല, വിവാഹബന്ധം വേർപെട്ടു എന്നാണ് ഈ മതാചാര പ്രകാരമുള്ളത്. അങ്ങനെ ഈ മുത്തലാഖ്, ഈ യുവതിയെ അബുദാബിയിലുള്ള ഭർത്താവ് വാട്സപ്പ് വഴി മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തി എന്നാണ് യുവതി പരാതി. ദേലമ്പാടി ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ 2018 മാർച്ച് 18 ഇവരുടെ വിവാഹം കഴിയുന്നത്. ഈ വിവാഹ സമയത്ത് 25 പവൻ സ്വർണം ഈ യുവതിയുടെ വീട്ടുകാർ നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഈ ഭർത്താവ് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഈ യുവതിയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന്, അതായത് സ്വർണം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മുത്തലാഖ് ചൊല്ലി ഈ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നത് എന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പരാതിക്ക് മേൽ ഈ കാസർഗോഡ് ഈ പോലീസ് പരാതി എടുത്തിട്ടുണ്ട്. ഈ അബുദാബിയിലുള്ള ഈ ഭർത്താവുമായി ബന്ധപ്പെടാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അനു.